അങ്ങനെ നായർ ഈഴവ ഐക്യം അഥവാ NSS SNDP ഐക്യം ജലരേഖയായി. NSSന്റെ ഉന്നതാധികാര സമിതി, നായക സഭ എന്ന് പറയുന്ന അതിൻ്റെ പേര്. ഈ സഭ യോഗം ചേർന്ന് നായകന്മാരെ എല്ലാവരും തല പുകഞ്ഞ് ആലോചിച്ചു. എന്നിട്ട് SNDPയുമായിട്ടൊരു സഖ്യത്തിന് പോകേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചു. SNDPയുമായി സഖ്യം ചെയ്ത് ഇവിടെ നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യമുന്നണി രൂപീകരിക്കാനാണ് ഇവർ ആലോചിച്ചത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയോ ചില സൗജന്യങ്ങൾ കിട്ടും എന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ശബരിമല യുവതീ പ്രവേശന സമയത്ത് പിണറായി സർക്കാരിനെതിരെ വാളെടുത്ത് സമരം ചെയ്ത ആളാണ് വീരശ്രീ സുകുമാരൻ നായർ. പിന്നീട് നമ്മുടെ ഷംസീറിൻ്റെ ഗണപതി പരാമർശം വരെ പുള്ളി LDFനെതിരെ. അതും കഴിഞ്ഞ് ശബരിമലയിലെ വലിയ അയ്യപ്പ സത്രം എന്നൊരു കലാപരിപാടി നടത്തി. അത് നടത്തിയ സമയത്ത് പുള്ളി സർക്കാരുമായിട്ട് ചെറിയ മുഹബത്തിൽ. പിന്നീട് അങ്ങോട്ട് ഇടതുപക്ഷം ചേർന്ന് സഞ്ചരിക്കുന്ന സുകുമാരൻ നായരെയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പുള്ളി വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിച്ചത്. അദ്ദേഹത്തിനെതിരെ നടക്കുന്ന മാധ്യമ വിചാരണയെ അപലപിച്ചു. നായാടി മുതൽ നമ്പൂരി വരെ എന്ന പഴയ മുദ്രാവാക്യം പൊടി തട്ടിയെടുത്ത് ഇത്തവണ ഭൂരിപക്ഷ സമുദായങ്ങളുടെ വമ്പിച്ച ഐക്യമുന്നണി രൂപീകരിക്കാൻ അതിന് മുന്നോടിയായിട്ട് SNDP NSS പ്രതിനിധികൾ തമ്മിൽ ചർച്ച നടത്താനുമൊക്കെ പുള്ളി പ്രഖ്യാപിച്ചു എന്ന് കേട്ടപ്പോഴേ നമുക്ക് തോന്നി ഇത് എവിടം വരെ പോകും എന്ന കാര്യത്തിൽ ചെറിയ സംശയം എനിക്ക് തോന്നി. കാരണം പുള്ളി മുമ്പ് ഇതുപോലെ പല ഉടായിപ്പുകളുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ പുള്ളിയുടെ ഈ ആശയത്തിന് നായർ സമുദായത്തിനകത്ത് പറയത്തക്ക പിന്തുണ കിട്ടിയില്ല. കാരണം ഇടതുപക്ഷക്കാരായ നായന്മാർക്ക് പുള്ളിയുടെ കാര്യത്തിൽ പണ്ടേ ആശങ്കയുണ്ട്. കോൺഗ്രസ്സുകാരായ നായന്മാർക്ക് അറിയാം പുള്ളിയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റിയില്ല. പുള്ളി കിണറ്റിൽ മുങ്ങിയാൽ കുളത്തിൽ പൊങ്ങുന്ന സ്വഭാവക്കാരനാണ്. കുളത്തിൽ മുങ്ങിയാൽ കിണറ്റിൽ നീരും, കിണറ്റിൽ മുങ്ങിയാൽ കുളത്തിൽ നീരും. നിന്ന നിപ്പിൽ പുള്ളി ഭൂരിപക്ഷ സമുദായ ഐക്യം വിട്ടറിഞ്ഞ് സമദൂരത്തിലേക്ക് പോകും. സമദൂരത്തിൽ നിന്ന് ശരിദൂരത്തിലേക്ക് പോകും. ശരിദൂരത്തിൽ നിന്ന് പുള്ളിക്ക് തോന്നിയ ദൂരത്തിലേക്ക് പോകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണ രീതി. അപ്പോൾ അതുകൊണ്ട് എവിടം വരെ പോകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഭൂരിപക്ഷം നായന്മാർക്കും ഏതാണ്ട് ഉറപ്പുണ്ടായിരുന്നു പുള്ളി ഒരിക്കലും ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി പിണറായി വിജയൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുകയില്ല എന്ന്. ഇദ്ദേഹം ഈ ഒരു നിലപാട് പ്രഖ്യാപിച്ച അന്ന് മുതൽക്ക് നായന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അവരുടെ സ്വകാര്യ സന്ദേശങ്ങളിലും ഒക്കെ സുകുമാരനെ കുറിച്ച് പച്ചത്തെറിയാണ് പറഞ്ഞത്. കാരണം നായർ സമുദായത്തെ പിണറായി വിജയന്റെ ആലയിൽ കെട്ടാനുള്ള സുകുമാരന്റെ ശ്രമം ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നവർ കഠിനമായിട്ട് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ഈ നായന്മാരിൽ ബഹുഭൂരിപക്ഷം ഇപ്പോൾ ഏതാണ്ട് BJP ചിന്താഗതിക്കാരാണ്. ഭൂരിപക്ഷ സമുദായ ഐക്യത്തെ അവർ സ്വാഗതം ചെയ്യും. പക്ഷെ അത് പിണറായിയുടെ തൊഴുത്തിൽ കെട്ടാനുള്ള ഒരു വിദ്യയാക്കി മാറ്റാൻ പറ്റുകയില്ല എന്നുള്ളതാണ് മുന്നോട്ട് വച്ച ആശയം. പക്ഷേ BJPയോടുള്ള താല്പര്യം കൊണ്ടല്ല സത്യത്തിൽ സുകുമാരൻ നായർക്ക് മാനസാന്തരം ഉണ്ടായത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ദിവസം മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പെരുന്നയിലെത്തി മണിമാമനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സലാമത്താക്കി എന്ന്. അതുമല്ല, BJPക്കാരെ പുള്ളി NSS ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അടുപ്പിക്കില്ല. ശ്രീധരൻപിള്ളയെ ഒഴിച്ച് ഒറ്റക്കൊരു BJPക്കാരനെ പോലും അടിച്ചതിൻ്റെ അകത്ത് കയറ്റുകയില്ല. വളപ്പിൽ കാലെടുത്ത് കൂത്താൻ സമ്മതിക്കില്ല. ശ്രീധരൻപിള്ളയായിട്ട് പുള്ളിക്ക് വേറെ എന്തോ ഡിങ്കോൾഫിയുണ്ട്. വേറെ ഒരാളെ അടുപ്പിക്കില്ല. കുമ്മന രാജശേഖരൻ പോയിട്ട് ഉറി പോലെ തിരിച്ചു വന്നത് നമുക്കറിയാം. സുരേഷ് ഗോപിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം കൂടി പുള്ളി പേരെടുത്ത് അപലപിച്ചതാണ്. അങ്ങനെയുള്ളൊരു വീരപരാക്രമിയാണ് സുകുമാരൻ നായർ. അദ്ദേഹത്തിൻ്റെ പേര് പുള്ളിയുടെ തറവാട്ട് വകയാണ് മന്നം സമാധി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത്, എൻ്റെ ബലമായ വിശ്വാസം പുള്ളിക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് കാര്യമായ എന്തോ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നല്ല. കഴിഞ്ഞ തവണ ഇതുപോലെ നായർ ഈഴവ ഐക്യം പൊടി പൊടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പുള്ളിക്ക് കേന്ദ്രത്തിൽ നിന്ന് ദൂത് വന്നു. സോണിയാഗാന്ധിയുടെ ദൂതുമായിട്ട് വിലാസ് റാവു ദേശ്മുഖ് വന്നു. ദേശ്മുഖ് ചോദിച്ചു, എന്താണ് ചേട്ടൻ എന്താണ് താല്പര്യം എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി. രമേശൻ എന്ന് പറഞ്ഞ ഒരു നല്ല നായരുണ്ട്, അവനെ കേരളത്തിൽ മുഖ്യമന്ത്രി താക്കോൽ സ്ഥാനവും എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ദേശ്മുഖ് അത് അംഗീകരിച്ചു. അങ്ങനെ സംഗതി ഒത്തുറപ്പായി. പക്ഷെ ഉമ്മൻചാണ്ടി അത് കൊടുത്തില്ല. കൊടുക്കാതെ വന്നപ്പോൾ പുള്ളി ഗോപാകുലനായി. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ മൈക്ക് വെച്ച് പ്രസംഗിക്കല്ല അല്ലറിയാണ്. പുള്ളി പറഞ്ഞു, NSSന്റെ ശക്തി എന്താണ് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണം. താക്കോൽ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ താഴേൻ്റെ സ്ഥാനമെങ്കിലും കൊടുക്കണം. അത് കേട്ടപ്പോൾ നായന്മാർ കൈയടിച്ചു. എല്ലാ നായന്മാരുണ്ട്, ഈ കരയോഗ നായന്മാരായ ചില ആളുകളുടെ അറിയാൻ പറഞ്ഞു. അവർ കൈയടിച്ചു. അപ്പോൾ ആശയ ഗാംഭീര്യം വർദ്ധിച്ചു.
പുള്ളി പിന്നെ ഇതുപോലുള്ള പ്രസംഗങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പേടിച്ചു. അങ്ങനെ രമേശ് ചെന്നിത്തല കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. അതോടെ പുള്ളിയുടെ സകല പ്രശ്നങ്ങളും തീർന്നു. നായർ സമുദായം അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഈ ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കിയോടി അവസാനിച്ചു. ഇത്തവണ പുള്ളി ആരെ എന്താക്കാനാണ് ഇപ്പോൾ ഒരുക്കി പുറപ്പെട്ടുള്ളതെന്ന് നമുക്കറിയില്ല. ഏതായാലും പുള്ളി വാളെടുത്ത് ഡോൺ ക്വിക്സോട്ടിനെ പോലെ ആ തലങ്ങും വിലങ്ങും വീശിയപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് പേടിക്കുകയും അവിടെ നിന്ന് ഏതോ ദൂതനെ അയക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇത്ര പെട്ടെന്ന് പുള്ളിക്ക് മാനസാന്തരം ഉണ്ടാകും യാതൊരു കാരണവും യാതൊരു സാഹചര്യവും ഞാൻ നോക്കിയിട്ട് തോന്നുന്നില്ല. അപ്പോൾ മൂപ്പിലാൻ ഏതായാലും മാനസാന്തരം ഉണ്ടായി, കിട്ടേണ്ട ഉറപ്പ് കിട്ടി എന്ന് വേണം വിചാരിക്കാൻ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. പണ്ട് കുമ്പളത്ത് ശങ്കപ്പിള്ളയോട് മന്നത്തപ്പൻ ചോദിച്ച പോലെ പനമ്പള്ളി പോയവനും ഒന്നുമില്ലെങ്കിൽ ഒരു നായരല്ലേ, ഇരിക്കട്ടെ ശങ്കുപ്പിള്ള എന്ന് പറഞ്ഞ പോലെ ഇവിടെ കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രിയാകാൻ പോകുന്നവർ വി ഡി സതീശനായാലും അതല്ല രമേശ് ചെന്നിത്തല ആയാലും കെ.സി. വേണുഗോപാലായാലും ഇനി അഥവാ കെ മുരളീധരനായാലും അതുമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണെങ്കിലും 5 പേരും നായന്മാരല്ലേ, ഇരിക്കട്ടെ ശങ്കുപിള്ളേ എന്നായിരിക്കും ഒരു പക്ഷേ പുള്ളി ഉദ്ദേശിച്ചത് എന്ന് ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും സതീശനെ മൂപ്പിൽ അംഗീകരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. രമേശും ഇപ്പം ഗുഡ് ബുക്സിലല്ല എന്നാണ് കേൾവി. ഇനി വേണു ആയിരിക്കോ, തിരുവഞ്ചൂരായിരിക്കോ, മുരളീധരനായിരിക്കോ കേരളത്തിൻ്റെ വരുന്ന NSSന്റെ മുഖ്യമന്ത്രി നമുക്കറിയില്ല. ഏതായാലും അധികം വൈകാതെ അതിൻ്റെ കൂട്ടൻസ് അറിയാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുവരെ ഇത് സാഗൂതം ശ്രമിച്ച എല്ലാ നായന്മാർക്കും നായരേതര സമുദായക്കാർക്കും ലാൽ സലാം.